ഈവൺ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ് കുറച്ച് വൾഗർ ആണെങ്കിൽ അത് ഭയങ്കരമായി സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ പോലും. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം ഉറപ്പായിട്ടും ഈ ഒരു ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു കാലത്ത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കമന്റ്സ് വരുന്നത് പ്രായമുള്ള ആൾക്കാരത് മാത്രമായി ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പൊ ഒരു 2K 3K കിഡ് 90s കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് ടീംസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്റെ ഏജിലുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ഒരു കമന്റ്സ് ഇടുന്നുണ്ട്. അപ്പൊ അവരും ഒന്ന് മെച്യൂറായി ചിന്തിക്കേണ്ടതാണ് അല്ലേ? പക്ഷെ അതിൽ നിന്നും ഒരു ചേഞ്ച് ഇപ്പം റീസെന്റ് ആയിട്ട് വളർന്നു വരുന്ന ഒരു സൊസൈറ്റിക്ക് ഉണ്ടാവുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു തോന്നലുണ്ടായിരുന്നു? നമ്മള് പൊതുവെ എല്ലാ കാര്യത്തിലും നമ്മൾ റിഗ്രസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വർഷ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. അതിപ്പോ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും ലൈക്ക് സെക്സ് എഡ്യൂക്കേഷനെ എതിർക്കുന്ന അങ്ങനെ തരത്തിലുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്താൽ പിള്ളേര് വഴിതെറ്റിപ്പോവും എന്ന മിഥ്യാധാരണയുള്ള അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ബയോളജിയിൽ ഒരു പേജ് വരെ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ടീച്ചേഴ്സ് ആ പേജ് മറിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോ എന്ന് പറയുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇനിയിപ്പം ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സജഷൻ ഉണ്ടാവില്ലേ ഈ ഒരു ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ചും? അതുപോലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പല ഫ്രസ്ട്രേഷൻസും മാറ്റണം എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ സ്പെസിഫിക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ ഓർമ്മ വന്ന ഒരു ഇൻസിഡന്റ് പറയാം. എൻ്റെ മോള് എനിക്ക് തോന്നുന്നു 3rd സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലോ പഠിക്കുമ്പോഴത്തേക്കും അവളുടെ ക്ലാസ്സിലെ പേരൻസ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ ഒരു സജഷൻ ഇട്ടു, നമുക്ക് ടീച്ചേഴ്സിനെ കണ്ടിട്ട് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അതും കൂടെ ഇതിന്റെ കൂടെ കൊടുക്കണം എന്നുള്ളത് നമുക്കൊന്ന് പോയി സംസാരിക്കാം എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലിടുകയാണ്. ഗ്രൂപ്പിലിട്ടപ്പോഴത്തേക്കും തലങ്ങും വിലങ്ങും അറ്റാക്കാണ്. ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളു. അപ്പൊ അത്രയും ഇഗ്നോറന്റ് ആയിട്ടുള്ള, അത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഞാനീ പറയുന്നത് ട്രിവാൻഡ്രത്തെ സിറ്റി ഏരിയയിലുള്ള പേരൻസിനെ പറ്റിയാണ്. അപ്പൊ റൂറൽ ഏരിയയിലൊന്നും ആൾക്കാരുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. അല്ല, ഞാൻ വിചാരിക്കുന്നത് വെച്ചാല് ഞാനൊക്കെ 90s കിഡാണ്. അപ്പൊ ഞങ്ങൾ വളർന്നു വരുമ്പോ ഞങ്ങൾ ഭയങ്കര ബോൾഡായിട്ടുള്ള ആൾക്കാരാണ്. ഇനി വളർന്നു വരുന്ന സമൂഹം ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല ബോൾഡായിട്ടുള്ള സൊസൈറ്റി ആയി മാറുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ച് ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ പോലും ആ പഴയ ജനറേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ, അല്ലേ? അത് പക്ഷെ നമുക്ക് അതും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് യങ്ങർ ആയിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. യങ് ആയിട്ടുള്ള 20s ബിഗിനിങ്ങിലും ലാസ്റ്റും ഒക്കെ നിൽക്കുന്ന, അതിലും ചെറിയ കുട്ടികള്. അപ്പൊ യങ്ങറായിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ വളരെ സ്മാർട്ടാണ്. അവര് വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, വളരെ പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള. നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ വിചാരിക്കും, അയ്യോ ഈ പ്രായത്തിലൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു. പക്ഷെ ചില കുട്ടികൾ ചിലരോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത്രയും റിഗ്രസീവായിട്ട് ഇത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്ന് നമ്മൾ തോന്നിപ്പോവും. അതുകൊണ്ട് രണ്ടും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികൾ തന്നെയാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് കുറേയേറെ സംസാരിച്ചു. അപ്പൊ മെന്റൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന ഒരാളും കൂടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ പറയാനുള്ളത്? അത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റി മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഇപ്പോഴും ഈ മെന്റൽ ഇൽനെസ്സിനോട് ഒരു സ്റ്റിഗ്മയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ ഒരസുഖം വന്നാൽ, നമുക്കൊരു പനി വരില്ലേ, പനി വരുമ്പോഴത്തേക്കും ആൾക്കാര് അയ്യോ ആരും അറിയരുത് എന്ന് പറഞ്ഞിരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് മനസ്സിന് അസുഖം വരുന്നത്. അപ്പൊ അത് ആൾക്കാർ മനസ്സിലാക്കിയാൽ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ഈ മാനസിക അസ്വസ്ഥങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര റിലീഫായിരിക്കും. കാരണം പ്രോപ്പറായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിഗ്മ മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഇതിപ്പം പല ആൾക്കാരും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം പുറത്ത് പറയാത്തത് അത് ആ രീതിയിൽ എടുക്കാത്തത് കൊണ്ടാവാം.
സൊസൈറ്റി എന്നല്ല, ഈവൻ നമ്മളിൽ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാം കിട്ടുന്നത് കൊണ്ടാണ്, ഭക്ഷണം കൂടിപ്പോയത് കൊണ്ടാണ്, അതും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സൗകര്യം ചെയ്തുകൊണ്ടാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറയണം. മുമ്പും ഈ ഒരു സെയിം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെസ് കൂടുതലുള്ള പോപ്പുലേഷൻ ആണ് ഇപ്പോൾ. കാരണം നമ്മുടെ ലൈഫ് കുറെ കൂടെ ഫാസ്റ്റ് ലൈഫാണ്.